കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെന്ന? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ തീരുമാനത്തിന്റെ, UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അതുവരും, ഒന്നുമില്ല. വിൽക്കണ്ടെന്ന് തീരുമാനിച്ച വിൽക്കുക. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോ അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യില്ല. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട് ഈ ബജറ്റിൽ. 10 ലക്ഷം രൂപ വരെ സാധാരണക്കാരാണ് അത് വാങ്ങിക്കുന്നത്. വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്ന് 3% കുറച്ചു. 15 മുതൽ 20 ലക്ഷം വരെയുള്ളതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% നിന്ന് 5% കുറച്ചു. ഇതോടൊപ്പം ലക്ഷറി വാഹനങ്ങൾക്ക് 40 ലക്ഷം മീതെയുള്ള ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ടാക്സ് 10 നിന്നും 15% അത് വർദ്ധിപ്പിച്ചു, റാഷണലൈസ് ചെയ്തു. അത് ഇപ്പൊ സാധാരണക്കാർക്ക് മേടിക്കാം. മറ്റ് നല്ല വരുമാനമുള്ളവരല്ലേ 40 ലക്ഷത്തിന് മീതെ മേടിക്കുന്നത്, അവര് കുറച്ച് ടാക്സ് കൊടുത്തോട്ടെ. അതിന്റെ ഇളവ് സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇവിടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കാം. കാരണം ഫെയർ വാല്യൂ 2010 കൊണ്ടുവന്ന സമയത്ത് എല്ലാ വർഷവും 10% വർദ്ധിപ്പിക്കണമെന്നാണ്. ഇപ്പൊ 3 കൊല്ലമായി ഫെയർ വാല്യൂ കൂട്ടിയിട്ട്. ആ ഫെയർ വാല്യൂ എന്തുകൊണ്ടാണ് കൂട്ടായിരുന്നത്? അത് പഠിച്ചു. ഫെയർ വാല്യൂ കൂട്ടിയ സർക്കാരിന് വരുമാനം കൂടും. പഠിച്ചപ്പോ എന്താ മനസ്സിലായത്? നാട്ടിൽ ഒരുപാട് പരാതികൾ നിൽക്കുന്നു. ഒന്ന്, അണ്ടർ വാല്യുവേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് വസ്തുവിന്റെ യഥാർത്ഥ വില രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ വില മാർക്കറ്റ് വിലയേക്കാൾ വളരെ താഴ്ന്ന വിലയാണ്. ഒരുപാട് സ്ഥലത്ത് ഓവർ വാല്യുവേഷൻ ആണ്. അതായത് മാർക്കറ്റ് വില 2 ലക്ഷം രൂപയുള്ള സെന്റിന് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂയിൽ എഴുതി വെച്ചേക്കാം. അപ്പൊ വ്യാപകമായ പരാതികളുണ്ട്. ആ പരാതികൾ ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു. ആ പരാതികൾ സമയബന്ധിതമായി ആ ഓവർ വാല്യുവേഷന്റെ അണ്ടർ വാല്യുവേഷന്റെയും പരാതികൾ പൂർത്തിയാക്കും. ആളുകളുടെ പ്രശ്നമാണ്, സ്ഥല വിൽപ്പന നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല. 2 ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടിക്ക് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂ വെച്ചാൽ അതിന്റെ വിൽപ്പന നടക്കും. അപ്പൊ ഇതൊന്നും ഇവര് പരിഹരിച്ചിട്ടില്ല. ഇവരുടെ കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ ചെയ്യണം. ഞങ്ങൾ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി ആ ഫെയർ വാല്യൂ അത് കറക്റ്റ് ചെയ്ത് അത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യത്തിൽ നമുക്ക് അപ്പം ആലോചിക്കാം. അപ്പൊ സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കും, ഭൂമി ഇടപാടുകൾ നടക്കും. അതും എക്കണോമിക് ആക്ടിവിറ്റി തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ വർദ്ധിപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടിയല്ലോ, സ്വകാര്യ ബസ്സുകൾ. നമുക്കറിയാം, സ്വകാര്യ ബസ് മേഖല ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അവർ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ പ്രതിസന്ധി. ഇപ്പൊ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ടൊന്നല്ല, അതിനു മുമ്പ് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും അത് തകർന്നു. 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത് 10,000-ൽ താഴെയായി പ്രൈവറ്റ് ബസ്. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആയിട്ടല്ല അവരെ കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ് ഓടാത്ത സ്ഥലത്തുകൂടി അവരാളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് വരെ കാണുന്നത്. അവര് തകർന്നു പോകാതിരിക്കാൻ അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യും. അതിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കൊടുക്കാത്ത തരത്തിൽ 50% ടാക്സ് റിഡക്ഷൻ കൊടുത്തു. 50%. എന്താണ്? ഒരു ഇൻഡസ്ട്രി തകർന്നു പോകരുതെന്ന് കരുതിയാണ്. ഒരു ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായി പോകരുത്.
ഒരു ഇൻഡസ്ട്രി ഇല്ലേ? അത് പോയാൽ ഒരുപാട് പേർക്ക് റിക്കവറി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. KSRTC കേരളത്തിൽ എല്ലായിടത്തും സർവീസ് നടത്തുന്നില്ല. KSRTC സർവീസ് നടത്താത്ത സ്ഥലത്തുകൂടി സർവീസ് നടത്തേണ്ടത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ്. അതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. ആ ഇൻഡസ്ട്രിയെ ഇനിയും പറ്റാവുന്നത്രയും സഹായങ്ങൾ നൽകി ആ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രിയും ഒരു ട്രേഡും ഒരു കോമേഴ്സും നടത്തുന്ന ആളുകളെ ഒന്നും ഈ ഗവൺമെന്റ് ശത്രുക്കളായി കാണുന്നില്ല. അവരുടെ മീതെ അമിതമായ നികുതി ഭാരം ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ നോട്ടം ടാക്സ് വെട്ടിപ്പുകാരുടെ മുഖത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ കർശനമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഞാൻ ഈ ധനകാര്യ ബില്ലിനെ സംബന്ധിച്ച് അത് നമുക്ക് സംസാരിക്കാം. വിഷാരടി ഒരു MLA-മാരുടെ കാര്യം ഉന്നയിച്ചു. നമ്മളതിന്റെ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യമുണ്ട്. അത് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം തീർച്ചയായിട്ടും എടുക്കാം. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. അതുകൊണ്ട് 2ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്ന ആരുമില്ല. പ്രതികൂലിക്കുന്ന ഒരാള്. 2ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 2 പേരുടെ ഓക്കെ, നേരത്തെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. 3ാം വകുപ്പ് ഭേദഗതികൾ നൽകിയ ആളുകൾ ആരും സീറ്റിലില്ല. 3ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 4ാം വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, അത് ഭേദഗതി നമ്പർ 85 അതുകൊണ്ട് അവതരിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ഔദ്യോഗിക ഭേദഗതിയായിട്ട് അവതരിപ്പിക്കും. അതായത് in subclause 2 of clause 4 of the bill, the opening part shall be substituted as follows, namely 1, 2 in annexure 1, 2, 1 for serial number 7B to 7F and the entries against it in column 2 and 3, the following serial numbers and entries shall respectively be substituted, namely 2 in item 7B, 7C, 7D, 7E after the words electric motor cabs, the simple and words electric tourist motor cabs shall be inserted. 3, the simple at the quote at the end of item 7E shall be changed to or marked unquote. 4, after the item so numbered, the following item shall be added, namely to the item 12B and the entries against it shall be omitted. So മറ്റു ഭേദഗതികളൊന്നും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. ഈ 85-ാം നമ്പർ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് അവതരിപ്പിക്കും. ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 4ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 4ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 5ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 5ാം വകുപ്പ് ഭേദഗതി ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 5ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 6ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 6ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന കാര്യത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 6ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 7ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 7ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 7ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 8ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 8ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 8ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്നു. 9ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ സീറ്റിലില്ല. 9ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 9ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 10ാം വകുപ്പ് ഭേദഗതിയില്ല. ഇനി 10ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 10ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 11ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 11ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 11ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 12ാം വകുപ്പ്
ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 12ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 12ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്നു. 13ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. ഇനി 13ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. ഇപ്പുറത്ത് കെ മുരളീധരനും അപ്പുറത്ത് വി മുരളീധരനുമാണ്. 13ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 14ാം വകുപ്പ് ഭേദഗതികളില്ല. ഇനി 14ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 14ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 15ാം വകുപ്പ് ഭേദഗതികളില്ല. 15ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 15ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 16ാം വകുപ്പ് ഭേദഗതികളില്ല. 16ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 16ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 17ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ ആരും സീറ്റിലില്ല. 17ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 17ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 18ാം വകുപ്പ് ഭേദഗതികളില്ല. 18ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 18ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 19ാം വകുപ്പ് ഭേദഗതികളില്ല. 19ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 19ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്നു. 20ാം വകുപ്പ് ഭേദഗതി നൽകിയ അംഗങ്ങൾ സീറ്റിലില്ല. ഇനി 20ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 20ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്നു. 21ാം വകുപ്പ് ഭേദഗതികളില്ല. 21ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 21ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 22ാം വകുപ്പ് ഭേദഗതികളില്ല. 22ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. 22ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു.